മറ്റൊരു സ്ത്രീയോടൊപ്പം നിൽക്കുന്ന തന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ നികേഷ് കാണുന്നതോടെ ചേട്ടന്മാർ ഞെട്ടിപ്പോകുന്നു. ശേഷം നികേഷിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എല്ലാവരും പതറിപ്പോകുന്നു. തുടർന്ന് അമ്മ മരിച്ച ശേഷം അച്ഛനൊരു നോർത്ത് ഇന്ത്യക്കാരിയെ കൊണ്ടുവന്നതിനെ പറ്റി ആലോചിക്കുന്ന നികേഷ് ആ സ്ത്രീയെപ്പറ്റി സുഭാഷിനോട് ചോദിക്കുന്നു. ശേഷം സുഭാഷ് ഒന്നും പറയാതെ വരുന്നതോടെ ആ സ്ത്രീയെപ്പറ്റി നികേഷ് ഭാസ്കരനോട് ചോദിക്കുകയും എന്തിനാണ് ആ സ്ത്രീ എന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്തതെന്ന് ചോദിച്ച് ഭാസ്കരനോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. തുടർന്നൊന്നും പറയാതെ ഭാസ്കരൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും നികേഷിന്റെ ചോദ്യം ചെയ്യൽ സഹിക്കാനാവാതെ ആ സ്ത്രീയാണ് നിന്റെ അമ്മയെന്ന് ഭാസ്കരൻ പറയുന്നു. ഇത് കേട്ട് നിധിയും നികേഷും ഞെട്ടിപ്പോവുകയും സുഭാഷും സുധീഷും ഹരീഷും എല്ലാം തകർന്നു പോവുകയും ചെയ്യുന്നു. തുടർന്ന് എൻ്റെ അമ്മയും നിങ്ങളുടെ അമ്മയും വേറെ ആളാണോ എന്നുള്ള നികേഷിന്റെ ചോദ്യം കേട്ട് എല്ലാവരും തകർന്നു പോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ച് സുധീഷ് ഭാസ്കരനോട് ദേഷ്യപ്പെടുകയും തല്ലാനൊരുങ്ങുകയും ചെയ്യുന്നു. തുടർന്ന് അവൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തതെന്നും ഇതൊക്കെ അറിയാനുള്ള പ്രായവും അവകാശവും അവനുണ്ടെന്നും എന്നായാലും ഇതൊക്കെ അവൻ അറിയേണ്ടതാണെന്നും പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്നും പോകുന്നു. ശേഷം ഇത്രയും കാലം എന്തിനാണ് ഇതൊക്കെ മറച്ചു വെച്ചതെന്ന് ചോദിച്ച് നികേഷ് സങ്കടപ്പെടുമ്പോൾ അമ്മ വേറെയാണെങ്കിലും നമ്മുടെ അച്ഛൻ ഒന്നാണെന്നും നീ എന്ന് ഞങ്ങളുടെ സ്വന്തം അനിയനാണെന്നും പറഞ്ഞ് ഏട്ടന്മാർ നികേഷിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം കണ്ട് നിധിയും സങ്കടപ്പെട്ട് കരയുന്നു. ശേഷം പുറത്തു പോയിരുന്ന് പൊട്ടിക്കരയുന്ന നികേഷിനോട് സങ്കടം മൊത്തം ഇന്നുകൊണ്ട് കരഞ്ഞു തീർത്തോണമെന്നും പിന്നെ ഇതിനെപ്പറ്റി ഓർത്ത് നീ സങ്കടപ്പെടരുതെന്നും ഹരീഷ് പറയുന്നു. എന്നാൽ ഇതൊന്നും എനിക്ക് താങ്ങാനാവുന്നില്ലെന്ന് പറഞ്ഞ് നികേഷ് വീണ്ടും പൊട്ടിക്കരയുന്നു. പിന്നീട് അച്ഛൻ അമ്മേനെ കൊന്നിട്ട് ജയിലിൽ പോയതിനെ പറ്റി മറ്റും സുധീഷ് നിധിയോട് പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.